സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ സെമി സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചത് കാലിക്കറ്റ് എഫ്സിയുടെ താമരശ്ശേരി സ്വദേശി മുഹമ്മദ് അജ്സലാണ്. ഇഞ്ചുറി ടൈമിൽ കാലിക്കറ്റിന്റെ വിജയ ഗോൾ പിറന്നത് ഈ 23-കാരനിലൂടെയായിരുന്നു. ടീം തോൽവിയിൽ നിൽക്കുമ്പോൾ പകരക്കാരനായി വന്ന് വിജയ ഗോൾ നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് അജ്സൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മാച്ച് വിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരു ഗോളിന് ഡൗണായി നിൽക്കുകയും പിന്നെ സെക്കൻഡ് ഹാഫിൽ കോച്ച് പറഞ്ഞ് കളിക്കണം, അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയത്. അതേമാതിരി നല്ലോണം കളിക്കാൻ പറ്റി, സ്കോർ ചെയ്ത് എക്സ്ട്രാ ടൈമിൽ ആഡ് ടൈമിലാണ് ഗോൾ അടിച്ചത്. എന്തായാലും ജയിച്ചു, വളരെ സന്തോഷം. പകരക്കാരനായി വന്ന് വിജയ ഗോൾ നേടുന്നു, എങ്ങനെയുണ്ട്? അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ടീം തോറ്റ് നിൽക്കുമ്പോൾ പകരക്കാരനായി വരിക, മാച്ചിന് ഇറങ്ങുക, ഗോൾ അടിക്കുക, വളരെ സന്തോഷം. ഫസ്റ്റ് ഇന്നിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്ലെയറായിരുന്നു ഈ മാച്ച്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും എന്താ പറയുക, മാച്ചാകുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻസ് അത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊന്ന് റെസ്റ്റ് തന്നതാണ് കോച്ച്. പക്ഷേ മാച്ചിൻ്റെ സിറ്റുവേഷൻ കാരണം പിന്നെ കോച്ച് ഇറങ്ങാൻ പറഞ്ഞു. കാലിക്കറ്റ് എഫ്സി നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ടീമിൻ്റെ എല്ലാ മാച്ചും വളരെ ടഫാണ്. ഒരു ടീമിനെയും വളരെ ഈസി ആയിട്ട് കാണുന്നില്ല. ഒന്നിനൊന്ന് വെച്ചെല്ലാം എല്ലാ ടീമും എല്ലാ മാച്ചും വളരെ സീരിയസ് ആയിട്ട്. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണുള്ളത്. കപ്പ് അടിക്കുന്നതന്നെ പ്രതീക്ഷ. കപ്പടിക്കുന്നതാണ് പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് കപ്പടിക്കും. ബാക്കിയെല്ലാം കളിയല്ലേ. സന്തോഷം തന്നെയാണ്. സന്തോഷം. അവസാന നിമിഷം പകരക്കാരനായി എത്തി ഗോൾ നേടി ടീമിൻ്റെ വിജയത്തിൽ തന്നെ ഭാഗമാക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ അജിസൽ. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലായ്ക്കൊപ്പം സുഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.